എപ്പിസോഡ്സ് ആയിട്ട് നമ്മൾ അച്ചാർ സീരീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് അതിൽ ഉൾപ്പെടുന്ന ഒരു വീഡിയോ അല്ല ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പൈനാപ്പിളും മാംഗോയും വെച്ചിട്ടുള്ള ഒരു ജാമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 1.25 കിലോളം വരുന്ന ഒരു പൈനാപ്പിൾ ആണിത്. ഇതിന്റെ ആ ഒരു തൊലിയൊക്കെ നമുക്ക് നല്ലൊരു നീറ്റായിട്ട് ചെത്തി കളയണം. ജ്യൂസ് അടിക്കാൻ പാകത്തിന് ഈ ഒരു പൈനാപ്പിൾ ഒന്ന് മുറിച്ചെടുക്കാം. അതിനോടൊപ്പം തന്നെ 2 മാങ്ങയും ഞാൻ എടുക്കുന്നുണ്ട്. ഈ മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. നമുക്ക് വേണ്ടത് ഒരു പഴുത്ത മുളകാണ്. 2 എണ്ണമൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ 1 എണ്ണം എടുക്കുന്നുള്ളൂ. അടുത്തത് നാരങ്ങയാണ്. 1/2 ലെമൺ മതി. പിന്നെ 1 അല്ലി വെളുത്തുള്ളിയും വേണം. ഇനി നമുക്ക് ആ മുളകിന്റെ ഉള്ളിലെ മെംബ്രെയിനും സീഡ്സും ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. എരിയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ മുളക് ചെറിയ ചെറിയ പീസസ് ആക്കി അരിഞ്ഞെടുക്കുക. നമ്മൾ മാങ്ങ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതല്പം വലിയ കഷ്ണങ്ങളാക്കിയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് പൈനാപ്പിൾ ഒന്ന് പൾപ്പാക്കി എടുക്കുക. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഇനി ഇതെല്ലാം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. അടിഭാഗം നല്ല കട്ടിയുള്ള പാത്രത്തിൽ വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട്. അരച്ച പൈനാപ്പിളിന്റെ പൾപ്പ് ആദ്യം തന്നെ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതൊന്ന് അളന്ന് വെക്കണം. കാരണം എത്രയാണോ പൈനാപ്പിളിന്റെ പൾപ്പിന്റെ അളവുള്ളത് അത്രയും കപ്പാണ് നമ്മൾ പഞ്ചസാര ഇതിലേക്ക് ഇടേണ്ടത്. പഞ്ചസാര ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഈ മാങ്ങയുടെ പീസസ് കൂടി ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ വെളുത്തുള്ളിയും റെഡ് ചില്ലിയും പിന്നെ ലാസ്റ്റ് നമ്മൾ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക. ജാം പ്രിപ്പയർ ആയതിനു ശേഷം പഞ്ചസാര പരൽ രൂപത്തിലാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ നാരങ്ങ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ ഈ ജാം പ്രിപ്പയർ ചെയ്തെടുക്കാൻ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഈ മാങ്ങയും പച്ചമുളകും ഒക്കെ ഇട്ട് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു മാങ്ങയും പച്ചമുളകും ഒക്കെ തന്നെ അതുപോലെ തന്നെ നല്ല വെന്ത് ആ ഒരു പഞ്ചസാര ലൈനിയൊക്കെ ചേർന്ന് നല്ല വെന്ത് കിടക്കും. അപ്പോൾ ഈ ജാം പ്രിപ്പയർ ആയതിനു ശേഷം ആ ഒരു മാങ്ങയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ പീസ് നമ്മൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അനുഭവപ്പെടുക. 20 മിനിറ്റോളമാണ് നമ്മൾ ഈ ഒരു കുക്കിംഗ് ടൈം. അപ്പോൾ നമ്മുടെ ഈ ഒരു ജാം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് സ്പൂണിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന പരുവാകുമ്പോഴേക്കും നമ്മൾ ആ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് 7-8 മണിക്കൂർ തണുത്ത് കഴിയുമ്പോഴേക്കും ഈ ഒരു ജാമിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് അത് വരും. ഈ ഒരു ജാമിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.